പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കറ പിടിച്ച വെള്ളം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ മുടിയൊക്കെ ഭയങ്കര അതായത് കളർ അയൺ കണ്ടന്റ് ആണ്. അയൺ കണ്ടന്റ്. അപ്പൊ അതിന് ഇവരൊരു സംവിധാനം, അതായത് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? മെയിൻ്റെനൻസ് വേണ്ട, കെമിക്കലും ഇല്ലാത്ത ഒന്നാണ്. കിണർ കുത്തി ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ കിണർ ഇപ്പൊ ഉപയോഗിക്കണ്ടോ? കിണർ മൂടി പിന്നെ ബോർവെൽ അടിച്ചു. അപ്പൊ എത്ര ബോർവെൽ അടിച്ചിട്ടുണ്ടാവും? 4 ബോർവെൽ അടിച്ച് ഈ വെള്ളം നന്നാവാൻ വേണ്ടിട്ട്. ഈ കാണുന്ന വെള്ളം കണ്ടില്ലേ, അതിൻ്റെ മുന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരുന്നു. ഈ വീട്ടിൽ വെച്ച ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളം ഇവർക്ക് നൽകുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ്. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത്, അതായത് ആ ചളി കളർ വരുന്ന വെള്ളം ഒരു 3 ആഴ്ച, ഇപ്പോൾ ഏകദേശം 3 ആഴ്ച ആയിട്ടുണ്ട് അല്ലേ ക്ലീൻ ചെയ്തിട്ട്? 2 ആഴ്ച ക്ലീൻ ചെയ്യാത്തതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ആ വെള്ളം നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയും കട്ടി ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ഇത്രയും ചോദിക്കാനുള്ള കാരണം എന്താ പറയുക, ഉമ്മ ഈ വീഡിയോ കാണുന്നത് കുറേ ആളുകൾ കാണുന്നു, ലക്ഷക്കണക്കിന് ആളുകളോ ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകളോ കാണുന്നുണ്ട്. പലതും വീഡിയോ നെറ്റിൽ കാണുന്നുണ്ടെങ്കിലും നല്ലത് മേടിച്ച് വെക്കണം, നല്ലത് ഉപയോഗിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്നതാണ് ഉപയോഗിച്ച് നിങ്ങളുടെ ആ അഭിപ്രായമാണ് എന്ത് ഈ ജനങ്ങൾ കേൾക്കുന്നതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. നല്ല അഭിപ്രായം നമുക്ക് വേറെ ആൾക്ക് ഇത് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഇതില്ല, ഒരു പേടിയും പേടിക്കാനും ഇല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഉമ്മ, നമ്മളെ വീട്ടിൽ വെള്ളത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെച്ചതിന് ശേഷം അത് മാറി എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ശരിയാണോ സത്യത്തിൽ? അപ്പൊ ഇതിപ്പോ ഇവിടെ വെച്ചിട്ട് എത്ര കാലമായി? 6 വർഷമായി. 6 വർഷം. എന്താ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് വെക്കാൻ കാരണം? നമ്മൾ ഈ നീല കുറ്റികളൊക്കെ കാണാറില്ലേ, അതിന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരെണ്ണം വെക്കാനുള്ള കാരണം എന്താ? എന്റെ ഹസ്ബൻഡിന് നല്ലതാണ് ഇഷ്ടങ്ങളെ, ആള് തെരഞ്ഞെടുക്കും, ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുക്കും. അപ്പൊ ആ ബെസ്റ്റ് ആണ് ചൂസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അപ്പോ മുന്നേ നമ്മളിത് വെക്കുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു പ്രശ്നമുള്ളത്? എന്തായിരുന്നു? വെള്ളം മഞ്ഞ കളറിന്, പിന്നെ അതിങ്ങനെ ഫിൽറ്റർ താഴ്ത്തും, കുറച്ചാൾ നിൽക്കും, പിന്നെ ശരിയാവും വിചാരിക്കും, ശരിയാവാറില്ല. പിന്നെ വേറെ ഭാഗത്ത് എല്ലാവരും പറയും വേറെ ഭാഗത്ത് താത്തി വെക്കാൻ, അതൊന്നിട്ട് ശരിയാവണില്ല. അങ്ങനെ കിണറ് കുത്തി എന്നിട്ടും ക്ലിയർ ഇല്ല. അല്ല, ഇവിടെ വെള്ളത്തിന് കളറായിരുന്നു പ്രശ്നം അല്ല? കാണുമ്പോ നല്ല കളറ്, കുറച്ചു നേരം നല്ല കളറായിട്ട് നിൽക്കും, പിന്നെ കളറാണ്ട് മാറും. നമ്മൾ ഈ വെള്ളമൊക്കെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു വെക്കുമ്പോ തന്നെ നല്ല വെള്ളം, കുറച്ച് കഴിയുമ്പോ അത് കളറ് മാറും. അപ്പോൾ ഈ അതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് വെച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കാണുന്ന ഒരു നീല കുറ്റിയാണ് കാണാറ്. അപ്പോൾ ഇത് കാണിച്ചെങ്കിൽ അതിന്റെ ഒരു പകുതിയേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പകുതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നാണ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനിപ്പോ ഇവര് ഇടയ്ക്കിടയ്ക്ക് വന്ന് സർവീസ് ഒക്കെ ചെയ്യുമോ? എങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ? ഈ 5 വർഷമായിട്ട് അവർ വന്നിട്ടേ ഇല്ല. അന്ന് ഫിറ്റ് ചെയ്ത് പോയതാണ്. ഇതിന് മെയിൻ്റെനൻസും വേണ്ട. അപ്പൊ ഇത് എങ്ങനെയാ ഇത് ക്ലീൻ ചെയ്യല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോ ക്ലീൻ ചെയ്യും. വെള്ളം കുറവ് കാണും, അതായത് ആ ഫോഴ്സ് കുറവാണ് വെള്ളം വരുന്നതിന്. കുറയുമ്പോ ക്ലീൻ ചെയ്യും. അല്ല, ഉമ്മ പറയണ്ടേ ഇത് ഉപയോഗിച്ചിട്ട് വെച്ചതിന് ശേഷം വളരെ അടിപൊളിയാണ്. എന്താ അഭിപ്രായം? എന്താ? അതെ, നല്ല അടിപൊളിയാണ്. നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കിട്ടുന്നത്. ഈ പണ്ടത്തെക്കാട്ടും നല്ല ഇതാണ്. മറ്റുള്ള വീട്ടുകാർക്ക് ഇത് വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണ് വരിക. അതായത് ഇത് കറക്റ്റ് ഇവരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഇത് ഈ കമ്പനി പറയുന്നത് തന്നെ ഇവർ ഇതിലൊന്നും കെമിക്കൽ ഉപയോഗിക്കണില്ല എന്നാണ്. നമ്മളിപ്പോൾ ആ നീല കുറ്റി, അതായത് നമ്മൾ ആ മീഡിയം ഒക്കെ നിറച്ചിട്ടുള്ളതിൽ മൊത്തം കെമിക്കൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ? അതിലത്തെ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മായിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ വ്യത്യാസം തോന്നുന്നത്? ബെറ്റർ. അവിടെ അത് വെച്ചിട്ടും അതുപോലെ തന്നെ കുറച്ച് ബ്രൗൺ കളറായിട്ടൊക്കെ വരുന്നത്. അവിടെ വെച്ചിട്ട് ഇപ്പൊ 2 കൊല്ലമായിട്ടുള്ളൂ. അപ്പോ നമ്മളെ ബാത്റൂമിലത്തെ പൈപ്പൊക്കെ വെള്ളം വരവൊക്കെ കുറവാണ്. അതിൻ്റെ ഉള്ളിൽ കരടൊക്കെ നിന്നിട്ട് വെള്ളം വരവ് ഭയങ്കര ബ്ലോക്ക് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ പ്രോഡക്റ്റ്, അതായത് ഇവർ വെച്ചിട്ടുള്ള ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനോ വെച്ചെങ്കിൽ നമ്മളെ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ അവരെ നമ്പർ ഇടുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് ഇതിലും പറയുന്നത്. അതായത് എൻ്റെ കൂടെ ഉള്ളത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ്. അപ്പോൾ അവരെ നിർത്തി തന്നെ പറയുകയാണ് എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിനെക്കുറിച്ച് വല്ല കാര്യങ്ങൾ അറിയാനോ എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ, അതായത് നമ്മൾ കമൻറ്റിൽ ഇടുന്ന ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വേണമെങ്കിൽ അവരേതെങ്കിലും ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോയി കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് മേടിക്കുക അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.